பாஸ்டர் ரெவரண்ட் ஸ்டீவன்சன் அவர்கள் ஜெபிப்பார்கள். அதுக்கு பிறகு ஊழியர்கள் எல்லோரும் சேர்ந்து அதை கட் பண்ண போகிறோம். நம்ம எல்லோரும் சேர்ந்து கர்த்தரை மகிமைப்படுத்த போகிறோம். சங்கீதம் 24, சாம்ஸ் 24, சங்கீர்த்தனங்கள் 24, கீர்த்தனைகளும் 24. பூமியின் அதன் நிறவும் உலகமும் அதிலுள்ள குடிகளும் கர்த்தருடையது. அவரே அதை கடலுக்கு மேலாக அஸ்திவாரப்படுத்தி அதை நதிகளுக்கு மேலாக ஸ்தாபித்தார். யார் கர்த்தருடைய பர்வதத்தில் ஏறுவான்? யார் அவருடைய பரிசுத்த ஸ்தலத்தில் நிலைத்திருப்பான்? கைகளில் சுத்தமுள்ளவனும் இருதயத்தில் மாசில்லாதவனுமாய் இருந்து தன் ஆத்துமாவை மாயைக்கு ஒப்பு கொடாமலும் கபடாய் ஆணையிடாமலும் இருக்கிறவனே, அவன் கர்த்தரால் ஆசீர்வாதத்தையும் தன் ரட்சிப்பின் தேவனால் நீதியையும் பெறுவான். இதுவே அவரை தேடி விசாரித்து அவருடைய சமூகத்தை நாடுகிற யாக்கோபு என்னும் சந்ததி. வாசல்களே உங்கள் தலைகளை உயர்த்துங்கள், அநாதி கதவுகளே உயருங்கள், மகிமேன் ராஜா உட்பிரவேசிப்பார். யார் இந்த மகிமேன் ராஜா? அவர் வல்லமையும் பராக்கிரமும் உள்ள கர்த்தர். அவர் யுத்தத்தில் பராக்கிரமம் உள்ளவர் கர்த்தராமே. வாசல்களே உங்கள் தலைகளை உயர்த்துங்கள், அநாதி கதவுகளை உயர்ந்திருங்கள், மகிமேன் ராஜா உட்பிரவேசிப்பார். யார் இந்த மகிமேன் ராஜா? அவர் சேனைகளின் கர்த்தரானவர். அவரே மகிமேன் ராஜா. கரங்களை உயர்த்தி அந்த ராஜாதி ராஜாவை கர்த்தாதி கர்த்தாவை மையப்படுத்துவோம். உம்மை நாங்கள் மகிழ்கிறோம். நீ நல்லவர் நல்லவர் நல்லவர், நீ வாக்குத்தத்த உண்மையுள்ளவர். ஸ்தோத்திரம் ஆண்டவரே. இப்பொழுது நம்மத்தில் இருக்கிற மதிப்புக்குரிய ரெவரண்ட் ஸ்டீவன்சன் அவர்கள் ஜெபிப்பார்கள். அதுக்கு பிறகு ஊழியர்கள் எல்லோரும் சேர்ந்து இந்த ரிபனை துண்டித்து நாம் ஸ்தோத்திரத்தோடு கூட இந்த ஆலயத்துக்குள் உள்பிரவேசிப்போமாக. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സകല അനുഗ്രഹങ്ങളുടെ ഉറവിടമായിരിക്കുന്ന ദൈവമേ, ഈ അഗബേ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിന് വേണ്ടി കർത്താവ് നൽകിയിരിക്കുന്ന ഈ നല്ല ഭവനത്തിനായി, ഈ നല്ല സ്ഥലത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. കർത്താവ് ഇതിന് മുഖാന്തരമായ കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുന്നു. പാസ്റ്റർ സജിയും കുടുംബത്തെയും അനുഗ്രഹിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ഓരോ അങ്ങയുടെ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണം. അടിങ്ങൾ ഒരുമിച്ച് നന്ദിയോടുകൂടി ഈ ഒരുക്കിയിരിക്കുന്ന ആലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ച കർത്താവെ, ഇന്നു മുതൽ ആരംഭിക്കുന്ന ആരാധന അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ അത് മുഖാന്തരമായി മാറട്ടെ കർത്താവെ. ഈ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഇതേ നിമിഷത്തിൽ സ്വർഗത്തിലെ സാന്നിധ്യം, അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്താൽ ഈ ഹോളിനെ അങ്ങ് നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ ഹോളിനെ അങ്ങ് കഴുകി വിശുദ്ധീകരിക്കണം. യേശുവിന്റെ രക്തത്താൽ കഴുകണം കർത്താവേ. സ്വർഗീയ സാന്നിധ്യം വളരെ ശക്തമായി ഇവിടെ വ്യാപരിക്കട്ടെ. ഇതുവരെയും ഈ പ്രദേശത്ത് വ്യാപരിച്ചുകൊണ്ടിരുന്ന എല്ലാ അന്ധകാര ശക്തികളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇവിടെ നിന്ന് വിട്ടുപോകട്ടെ. ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യത്താൽ ഇവിടെ നിറയട്ടെ കർത്താവേ. ഇവിടെ കടന്നു വരുന്നവരും ഇറങ്ങിപ്പോകുന്നവരും കർത്താവെ അനുഗ്രഹിക്കപ്പെടണം. ഈ ഇവിടെ കടന്നു വരുന്നവര് അവരുടെ പ്രാർത്ഥന, അവരുടെ സ്തുതി, അവരുടെ ആരാധനകൾ അങ്ങയുടെ സന്നിധാനത്തിൽ അർപ്പിക്കുമ്പോൾ അത് അങ്ങയുടെ നാമം മഹത്വപ്പെടുവാനും അവരൊക്കെ അനുഗ്രഹിക്കപ്പെടുവാനും അത് മുഖാന്തരമാക്കി മാറ്റണം കർത്താവെ. രോഗികളായിരിക്കുന്നവര് കടന്നു വരുമ്പോൾ അങ്ങയുടെ സന്നിധാനത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യം മാറി അത്ഭുതകരമായ വിടുതലുകൾ അനുഭവിക്കട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ ഇവിടെ കടന്നു വന്ന് അങ്ങേ ആരാധിച്ച് അങ്ങയുടെ സന്നിധാനത്തിലൂടെ ആവശ്യം വയ്ക്കുമ്പോൾ ആ വിഷയങ്ങൾക്ക് വളരെ വ്യക്തമായ വിടുതലുകൾ അനുഭവിപ്പാൻ ഇടയാകട്ടെ കർത്താവ്. ഈ ദേശത്തിന് കർത്താവ്, ഈ സ്റ്റേറ്റിന്, ഈ സഭ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയായി മാറട്ടെ കർത്താവ്. ഇത്രത്തോളം മനോഹരമായ നിലയിൽ ഇത് പണിതെടുപ്പാൻ അങ്ങയുടെ കുഞ്ഞുങ്ങളൊക്കെ ബലപ്പെടുത്തിനാൽ നന്ദി. ഈ സമയത്തടികൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഇതിനെ തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദിവ്യമായ സാന്നിധ്യത്താൽ നിറയ്ക്കണം. സ്വർഗീയ ദൂതന്മാരെ കാവൽ ചെയ്തോളണം. ശക്തമായ ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ കർത്താവ്. അങ്ങയുടെ ശക്തന ഗ്ലോറി, അങ്ങയുടെ മഹത്വം ഇവിടെ ഇറങ്ങി വസിക്കണം കർത്താവ്. അങ്ങനെ ശക്തമായ ആരാധനകൾ വെളിപ്പെടട്ടെ, ശക്തമായ വചന ശുശ്രൂഷകൾ വെളിപ്പെടട്ടെ. ഇതിന് മുഖാന്തരമായി ഇത് പ്രവർത്തിച്ച എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ ദാസനെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ ശക്തമായ ആത്മാവിനാൽ അഭിഷേകം ചെയ്ത് ശക്തമായ ശുശ്രൂഷകൾക്കായി അങ്ങ് ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പാസ്റ്റർ സന്തോഷനായി സ്തോത്രം. അങ്ങയുടെ ദാസനെ കുടുംബമായി അനുഗ്രഹിക്കണം. തിരുസന്നിധാനത്തിന്
കടന്നു വന്നിരിക്കുന്ന അടികളെല്ലാവരും ഒരുമിച്ച് സമർപ്പിക്കുന്നു. തിരുനാമം മഹത്വപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അറിയണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. நாங்கள் இப்பொழுது ஊழியராக ஒரு தாசர்கள் ஒருமித்து இந்த ஜெப வீடை தேவ மக்கள் கூடி வந்து ஆராதிப்பதற்கும் தேவநாமம் மகிமைப்படுவதற்காக பிதா குமாரன் பரிசுத்தாவியின் நாமத்தினால திறந்து வைக்கிறோம். கரங்களை தட்டிகளை மையப்படுத்துவோம். ஹல்லேலூயா, ஹல்லேலூயா, ஆமென். ஸ்தோத்திரம். சைடு சைடு மக்களே சைடு. Hallelujah.